വാഹനത്തിരക്കേറെയുള്ള ബത്തേരി ടൗണിൽ പ്രതിസന്ധി ഇരട്ടിപ്പിച്ച് വാട്ടർ അതോറിറ്റി. പൊട്ടിയ കുടിവെള്ള പൈപ്പ് നന്നാക്കാൻ കുഴിയെടുത്തിട്ട് 1.5 മാസമായിട്ടും പൂർത്തിയായില്ല. ഇതോടെ ചുങ്കം ഭാഗത്ത് ഗതാഗതക്കുരുക്കിനും ഇത് കാരണമാകുന്നുണ്ട്. ബത്തേരി ചുങ്കത്ത് കാലങ്ങളായി കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന ഇടമാണ് ഇത്. ഏറെക്കാലത്തെ പരാതികൾക്ക് ശേഷമാണ് പൈപ്പ് നന്നാക്കാൻ വാട്ടർ അതോറിറ്റി ദേശീയപാതയിൽ കുഴിയെടുത്തത്. 1.5 മാസം മുൻപാണ് ഈ ഭാഗം കുഴിച്ച് പണി തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും പണികൾ പൂർത്തിയായിട്ടില്ല. നിലവിൽ ഡ്രൈനേജിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ബത്തേരി ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അതിനിടെയാണ് റോഡ് കുത്തിപ്പൊളിച്ചിട്ടതോടെ പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. ഈ കഴിഞ്ഞ 1 മാസം മുമ്പാണ് ഈ രീതിയിൽ ഹൈവേയിൽ ഇത്രയും ട്രാഫിക് നടക്കുന്ന ഈ ഹൈവേയിൽ ഇങ്ങനെ കിളച്ചിൽ കണ്ടാൽ മനസ്സിലാവും. മണ്ണും കല്ലും ഒക്കെ ആയിട്ട് ഇവിടെ ഗതാഗത തടസ്സം നേരിടുന്ന അവസ്ഥയിലാണുള്ളത്. ഇതിനൊരു പറയാനാണ് 1 മാസമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. പ്രസിദ്ധമായ നമ്മളെ മാരിമല കോവിൽ ക്ഷേത്രോത്സവം നടക്കാൻ പോവാണ്. വലിയ ഘോഷയാത്രയൊക്കെ ഇതിലേക്കൂടെ കടന്നു പോകേണ്ടതാണ്. അപ്പം അതിനൊക്കെ തടസ്സം നേരിടുന്ന രീതിയിലാണ് കൊണ്ടത്. അധികാരികൾ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുകയാണ് ആദ്യമായിട്ട് വേണ്ടത്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ സൂചനാ സംവിധാനങ്ങൾ നിരത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ കുഴിച്ച ഭാഗത്തെ കല്ലും മണ്ണും റോഡിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോഴും വെള്ളം പാഴാകുന്നതിന് ഒരു കുറവുമില്ല. ബത്തേരിയുടെ ഉത്സവങ്ങളിലൊന്നായ മാരിമൺ ക്ഷേത്രോത്സവം വരാനിരിക്കെ എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, ബത്തേരി.